ഹലോ ഹലോ എല്ലാവർക്കും എന്നാണ്ട് വിശേഷം? സമയം ഇവിടെ ഒരു ഉച്ച കഴിഞ്ഞ് 1:30 മണിയൊക്കെ ആയിട്ടുണ്ട്. ഞങ്ങളാണെങ്കിൽ പതിയെ ഒരു ആഫ്റ്റർനൂൺ ട്രിപ്പിനുള്ള പുറപ്പാടിലാണേ. ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഡെയ്സി ഹില്ലാണ്. അവിടുത്തെ ഒരു കോവാല കൺസർവേഷൻ സെന്ററിൽ ഒന്ന് പോകാനായിട്ടാണ് ആദ്യമേ തന്നെ. ഒരു ഡേ ട്രിപ്പ് ഒക്കെ ആയിട്ട് നല്ലൊരു പിക്നിക്കിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണെന്നാണ് പറഞ്ഞു കേട്ടിരിക്കുന്നത്. ഞങ്ങളവിടെ പിക്നിക്കിനായിട്ട് പോയിട്ടില്ല, പക്ഷെ ജസ്റ്റ് കോവാല കൺസർവേഷൻ സെന്ററിൽ കോവാലനെ കാണാനായിട്ട് ഞങ്ങൾ പോയിട്ടുണ്ട്. ഞങ്ങൾ ഇന്നൊരു 3 ഫാമിലി ഉണ്ട്. ജിസ്മോൻ ഉണ്ട്, ലിറ്റി ഉണ്ട്, ലിയോൺ ഉണ്ട്, സ്റ്റീവി ഉണ്ട്, സ്പെൻസർ, പിന്നെ എഡ്രിയാൻ, ഈതൻ. സ്പെൻസറിന്റെ വൈഫ് ടിങ്കിളിൽ നിന്ന് നമ്മളോട് ജോയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല, ഡ്യൂട്ടി ആയി പോയി. അപ്പോൾ എല്ലാവരും കൂടെ കൂടി നല്ലൊരു അടിപൊളി ആഫ്റ്റർനൂൺ ആക്കിയേക്കാന്ന് വിചാരിക്കുന്നു. ഈവനിങ്ങിൽ പുറത്തുനിന്ന് എവിടെയെങ്കിലും ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്നാണ് ഞങ്ങളുടെ ഒരു പ്ലാൻ ഇരിക്കുന്നത്. ഞങ്ങളൊരു 2 മണിയൊക്കെ ആയപ്പോഴത്തേനും ഇവിടുത്തെ കാർ പാർക്കിലോട്ട് വന്നു. കാറൊക്കെ പാർക്ക് ചെയ്ത് പതിയെ ഞങ്ങൾ അങ്ങോട്ട് നടക്കുവാണ്. ഇവിടെ എൻട്രൻസ് ഫ്രീ ആണ് കേട്ടോ. ഇവിടെ നമ്മൾ ഇൻജോയ്ഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ വൈൽഡ് ലൈഫിലേക്ക് വിട്ടു കഴിഞ്ഞാൽ അവിടെ സർവൈവ് ചെയ്യാൻ പാടായിട്ടുള്ള കോവാലകളൊക്കെയാണ് ഇവരിവിടെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കോവാലകൾ അധികം ആക്റ്റീവായിട്ടുള്ള ജീവികളൊന്നുമല്ല. ഭക്ഷണമൊക്കെ കഴിക്കും, ഉറങ്ങും, അങ്ങനെ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ജീവിതശൈലിയാണ് ആൾക്കാരുടെ. ഈ യൂക്കാലിപ്റ്റസ് മരത്തിന്റെ തളിരിലകളാണ് ഇവർ സാധാരണയായിട്ട് ഭക്ഷണമാക്കുന്നത്. അതും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇലകൾ തന്നെയാണ് ആൾക്കാർക്ക് പഥ്യം. ഞങ്ങളിവിടെ വന്നപ്പോൾ ഇവരുടെ ഫീഡിങ് ടൈം ആയിരുന്നു. ഇവിടെ നോക്കാനുള്ള ആൾക്കാർ ഇങ്ങനെ തളിരിലകൾ ഈ മരക്കൊമ്പിലൊക്കെ ഇങ്ങനെ കുത്തി നിർത്തിക്കൊണ്ട് കൊടുക്കും. എന്നിട്ട് അവരെ അവന്റെ അടുത്ത് കൊണ്ട് നിർത്തും. അങ്ങനെയാണ് അവർക്ക് ഫുഡ് കൊടുക്കുന്നത് ഇവിടെ. ഈ ഓസ്ട്രേലിയയിലുള്ള വൈൽഡ് ലൈഫ് കൺസർവേഷന്റെ പോസ്റ്ററിലൊക്കെ ഈ കോവാലകൾ ഇങ്ങനെ മരത്തെ കെട്ടിപ്പിടിച്ചിരിക്കുന്നത് ആരെങ്കിലും ഒക്കെ കണ്ടിട്ട് കാണും. ഇത് ഇവരുടെ ഒരു ട്രേഡ് മാർക്ക് ഇരിപ്പാണ്. വൈൽഡിൽ നമ്മൾ അങ്ങനെ അധികം കോവാലേനെ കണ്ടിട്ടില്ല. ഞാൻ ഒറ്റ തവണയെ കണ്ടിട്ടുള്ളൂ. ഇത്ര അടുത്ത കോവാലേനെ കാണാൻ പറ്റുന്നത് ഇത് ആദ്യമായിട്ടാണ്. പിന്നെ നമ്മൾ ഈ സെന്ററിനകത്തേക്ക് കയറുവാണെങ്കിൽ അവിടെ ഒരുപാട് ഇൻഫർമേഷൻസ് ഉണ്ട് കോവാലേനെ പറ്റി. കുട്ടികൾക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യാവുന്ന ഒരു രീതിയിലാണ് അവരതെല്ലാം ചെയ്തു വെച്ചേക്കുന്നത്. അങ്ങനെ ഇതെല്ലാം കണ്ട് കുറച്ചു നേരം നടന്നിട്ട് ഞങ്ങൾ പതുക്കെ പിക്നിക് ഏരിയയിലോട്ട് നടക്കുവാണ്. അവിടെ ഒരു വലിയ പിക്നിക് ഏരിയ ഉണ്ട്. നമുക്ക് ബാർബിക്യൂ സൗകര്യങ്ങളൊന്നുമില്ല, പക്ഷെ നമ്മൾ ഭക്ഷണം കൊണ്ടുവന്നാൽ അവിടെ വെച്ച് കഴിക്കാം. പിള്ളേർക്കാണെങ്കിൽ ഓടി കളിക്കാൻ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. അവരതിലൂടെ ഓടി ഓടി കളിച്ചോളും. ഞാൻ കുറച്ച് ബ്ലൂബെറി ലെമൺ മഫിൻ ബേക്ക് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ ആ പിക്നിക് ഏരിയയിലിരുന്ന് അതൊക്കെ കഴിച്ച് അവിടെ കുറച്ച് നേരം റിലാക്സ് ചെയ്ത് അവിടെ അങ്ങ് ഇരുന്നു. ഇപ്പൊ സമയം 4 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ ഇനി ഒരുപാട് സമയം ഉള്ളതുകൊണ്ട് ഞങ്ങളങ്ങ് തീരുമാനിച്ചു നമുക്ക് ബ്രിസ്ബനിലെ സൗത്ത് ബാങ്കിൽ അങ്ങ് പോകാമെന്ന്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും സൗത്ത് ബാങ്കിൽ വന്നു. അവിടെ ഒരു പാർക്കിംഗ് സ്പോട്ട് കണ്ടുപിടിച്ച് വണ്ടിയൊക്കെ ഇട്ട് പതുക്കെ അങ്ങോട്ട് നടക്കുവാണ്. ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് ഫെറിയെ കയറി സൗത്ത് ബാങ്ക് മൊത്തം ഒന്ന് ചുറ്റിയിട്ട് നമ്മൾ കയറിയെടുത്ത് തന്നെ വന്നിറങ്ങാം. ഞങ്ങൾ എന്തായാലും അതിനൊന്ന് കയറാനായിട്ട് തീരുമാനിച്ചു. ഇവിടെ നമുക്ക് ബ്രിസ്ബൻ റിവറിന്റെ അപ്പുറം ഇപ്പുറവും കാണാൻ നല്ല ഭംഗിയാണ്. നമ്മൾ അപ്പുറത്തോട്ട് പോകുമ്പോഴും തിരിച്ചു വരുമ്പോഴും 2 ഡിഫറെൻറ്റ് വ്യൂസ് ആണ് കിട്ടുന്നത്. ഫെറിയുടെ ടൈമിങ്സ് ഒക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് പോകാനുള്ള ബോട്ടാണ് ഇത് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിത് ഫെറിയെ കയറുവാണ്. കയറിയിരുന്ന് യാത്ര അങ്ങ് തുടങ്ങി.
നല്ല അടിപൊളി റെസ്റ്റോറൻറ്റ്സും ഒരുപാട് വലിയ അപ്പാർട്ട്മെൻറ്റുകളും ഒത്തിരി ഭംഗിയുള്ള വീടുകളും ഒക്കെയാണ് ഇതിൻ്റെ അപ്പുറവും ഇപ്പുറവും. അതൊക്കെ കണ്ട് കണ്ട് നമുക്കങ്ങ് പോവാം. അങ്ങനെ ഫെറിയിൽ ഒരു കറക്കമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ പിന്നെ സൗത്ത് ബാങ്കിൽ വന്നിറങ്ങി. ക്രിസ്മസ് ആയതുകൊണ്ട് നമുക്ക് ഇവിടെ മൊത്തം ഒരു ഫെസ്റ്റീവ് അറ്റ്മോസ്ഫിയർ ആണ്. ഇവിടെ മൊത്തം അവർ ഭംഗിയായിട്ട് ബൾബൊക്കെ ഇട്ട് അലങ്കരിച്ച് വെച്ചേക്കുക. ഇവിടെ ഇഷ്ടംപോലെ ആക്ടിവിറ്റീസ് ഉണ്ട്, ഫുഡ് സ്റ്റാൾ ഉണ്ട്, നൈറ്റ് മാർക്കറ്റ് ഉണ്ട്. നമുക്കൊരു മുഴുവൻ വൈകുന്നേരം ചെലവഴിക്കാൻ വേണ്ട ഫുൾ സംഭവങ്ങളും ഉണ്ട് ഇവിടെ. ഇവിടെ ഇങ്ങനെ കാഴ്ചകളെല്ലാം കണ്ടു നടക്കുന്നതിനിടയ്ക്ക് 7 മണിയായി. ഞങ്ങൾക്ക് എല്ലാവർക്കും വിശക്കാൻ തുടങ്ങി. ഇപ്പം ഞങ്ങളിങ്ങനെ ഒരു റെസ്റ്റോറൻറ്റ് തപ്പി ഇങ്ങനെ നടക്കുവാണ്. അങ്ങനെ നടന്ന് ഞങ്ങളിപ്പോൾ ഒരു ലെബനീസ് റെസ്റ്റോറൻറ്റിലാണ്. നല്ലൊരു ആംബിയൻസ് ഒക്കെ ആയിട്ട്, നല്ല കസ്റ്റമർ സർവീസ് ഒക്കെ ആയിട്ട് നല്ലൊരു റെസ്റ്റോറൻറ്റ്. ലെബനീസ് കബാബും റൊട്ടിയും ഹമ്മസും അവരുടെ സാലഡും മോക്ടെയിലും കോക്ടെയിലും ഒക്കെ ആയിട്ട് ഞങ്ങൾ ഫുഡ് നന്നായിട്ട് എൻജോയ് ചെയ്തു. ഈ റോബോട്ടാണ് ഇവിടെ സെർവിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്നത്. നമ്മളിത് സിംഗപ്പൂർ എയർപോർട്ടിൽ ഇതുപോലെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഫുഡെല്ലാം എല്ലാവരും കഴിച്ചു കഴിഞ്ഞു. ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ ഇറങ്ങി. ഇനിയിപ്പോൾ സമയം 8 മണിയായി, 8 മണി കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും വീട്ടിൽ പോകണം. എല്ലാവരും വീട്ടിൽ പോകാൻ റെഡിയായി. എല്ലാവരും മടുത്തു. ഇനിയിപ്പോൾ ബബായ് പറയാനുള്ള സമയമാണ്. എന്തായാലും നല്ല ഒരു അടിപൊളി ദിവസമായിരുന്നു. എല്ലാവരും നന്നായിട്ട് എൻജോയ് ചെയ്തു. എല്ലാവരും അതുപോലെ തന്നെ മടുക്കുകയും ചെയ്തു. പിള്ളേരൊക്കെ ശരിക്കും മടുത്തു. അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ പോയി ഒന്ന് സുഖമായിട്ട് ഉറങ്ങാനുള്ള മൂഡിലാണ്. അപ്പോൾ ഞങ്ങൾ എന്തായാലും വീട്ടിൽ പോട്ടെ. താങ്ക് യു ഫോർ വാച്ചിങ്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം മറക്കല്ല്. നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ.